വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാന്മാരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഇന്നലെ ഞങ്ങളിവിടെ കൊടൈക്കനാൽ വന്ന് കൊടൈക്കനാലിൽ നേരെ മന്നമന്നൂർ വന്ന് സ്റ്റേ അടിക്കുവാണ്. കൊടൈക്കനാൽ നിർത്തിയൊന്നുമില്ല. ഇനിയിപ്പം ഇന്നിവിടുന്ന് പൂണ്ടിക്ക് പോകണം. പിന്നെ എവിടെയായിരുന്നു? ഇവിടുന്ന് പൂണ്ടി, അത് കഴിഞ്ഞിട്ട് നമ്മള് മന്നമന്നൂർ ലേക്ക് കണ്ടിട്ടില്ല, അവിടെ പോകണം. അത് കഴിഞ്ഞിട്ട് പൂക്കാല് പോകണം. പിന്നെ ലവ് ലേക്ക് അങ്ങോട്ട് വന്നു. പിന്നെ ഇന്നലെ നമ്മള് മറ്റേ ഗുഡാക്കേവൊക്കെ നമ്മള് വന്ന ടൈമിൽ അടച്ചു പോയായിരുന്നു. അപ്പം അവിടെ പോണം. പില്ലർ റോക്ക് പോണം. ഫാൻഡം മറ്റേ മറ്റേ ഡോൾഫിൻ ഹൗസ് പോണം. എന്തായാലും നമ്മൾ ഇന്ന് ഈ സ്ഥലത്തെല്ലാം പോകുന്നതാണ്. ഇന്നലെ ഇവിടെയാണ് റൂം എടുത്തത്. ഇവിടെ ടെൻറ്റും കാര്യങ്ങളുണ്ട്. നമുക്ക് അവിടെ നിന്നൊരു ഹോട്ടലിൽ നിന്ന് ഒരു പുള്ളിയാണ് ഇത് നമുക്ക് കറക്റ്റ് ചെയ്ത് തന്നത്. റൂം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പം ഇല്ല. പക്ഷേ ബാത്റൂം വെള്ളത്തില്ലെന്നുള്ളൂ. ഇവിടെ അത്യാവശ്യം ഫാമിലീസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ റൂമിൻ്റെ ഫ്രണ്ടിലെ വ്യൂ എന്ന് പറയുന്നത്. നല്ല കിടുക്കാച്ച് വ്യൂ ആട്ടാ. കോടയോ കാര്യങ്ങളോ ഒന്നുമില്ല. തണുപ്പുണ്ടായിരുന്നു രാവിലെ, പക്ഷേ എങ്കിലും വലിയ കോടയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഒരു 4 മണിക്ക് ശേഷം ഈ ഭാഗങ്ങളിൽ നല്ല തണുപ്പാണ്, ഒന്നും പറയാനില്ല. പിന്നെ വേറെ പറയാനാണ് ഇതായിരുന്നു ഞങ്ങൾ ആദ്യം നോക്കിയത്. പക്ഷെ ഇത് വലിയ ഗുമ്മില്ല. പിന്നെ ഞാൻ കിട്ടിയ റൂമെന്ന് പറയുന്നത് ഇതാണ്. കാണുമ്പം ഒരു തകരപ്പെട്ടിയാണെങ്കിലും ഞങ്ങൾ 7 പേര് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇതിനകത്ത്. ഞങ്ങൾ പക്ഷേ ഒരു മണ്ടത്തരം കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, വേറെ സ്ഥലത്ത് പോയി റൂം എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തുവാ, അവിടെ നിന്ന് ഞങ്ങളിവിടെ ഒരുപാട് ഓടിപ്പോയി. ആണ് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് റൂം എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. റൂമാരുടെ പാട്ട് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ചെറിയൊരു റൂമാണ്. നമുക്കൊരു 7 പേർക്ക് സ്റ്റേ ചെയ്യാം. പിന്നെ അവർ എക്സ്ട്രാ നമുക്ക് അത് തന്നു. പിന്നെ ഇവിടെയാണ് നമ്മളിന്നലെ കിടന്നത്. പിന്നെ അത്യാവശ്യം നമുക്ക് ഒരു എന്താ ഞാൻ പറയുന്നത് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ ചില്ലടിക്കാനൊക്കെ പിള്ളേരൊക്കെ ആയിട്ടാണെങ്കിൽ പറ്റിയ റൂമും കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഫാമിലീസൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ചില്ലടിക്കാൻ പറ്റിയൊരു സ്ഥലമാട്ടോ ഇത്. നമ്മളിവിടുന്ന് റൂം വെക്കറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മളിവിടെ നേരെ പൂണ്ടിയിലേക്ക് പോവുകയാണ്. ഇല്ല, അപ്പോൾ നമ്മളിവിടെ നേരെ പൂണ്ടിയിലേക്ക് പോവുകയാണ്. ഇന്നലത്തെ നൈറ്റൊക്കെ നല്ല വൈബായിരുന്നു. പിന്നെ മാർക്കിടന്നുറങ്ങുമായിരുന്നു. അച്ഛനെ കിടന്നുറങ്ങിയ നമ്മളെ ഇവന്മാരെ ഉണർത്തി എന്നിട്ട് കുറഞ്ഞ സമയം ചെറിയൊരു വൈബാക്കി എടുത്ത്. അതെ, അതാണ് നമ്മളിവിടുന്ന് റൂം വെക്കറ്റ് ചെയ്ത് ഇനിയിപ്പോൾ നേരെ പൂണ്ടിയിലേക്ക്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ നല്ല ചൂടാണ്. അത് ഞാൻ കാണിച്ചത്. ഇവിടെ രാവിലെ ഫുള്ള് ചൂടാണ്. ഇപ്പൊ സമയം ഏകദേശം 11:40 10:40 രാവിലെ 8 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് വിളിച്ച് മനുഷ്യന്റെ പരുവായി. നമ്മളല്ല പിന്നെ ആരാ ഉറങ്ങിപ്പോ. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇനി ഇറങ്ങി പോവാണ്. ഇച്ചിരി ഉള്ളെന്ന് പറഞ്ഞാണ് നമ്മളെടുക്കണ്ടേ. അടുത്ത പക്കം എന്താ കാണാം. എനിക്ക് ടൂർ കണ്ടേ ഈ അവിടെ സ്ഥലമൊക്കെ ഇല്ല, അത് ഗ്രാമമൊക്കെ അങ്ങോട്ടൊക്കെ കയറുന്നത് ഭയങ്കര ആഗ്രഹം. അഷ്കറിന് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? കൊടൈക്കനാലെന്ന സുന്ദരിനെ പറ്റി ഒന്നും പറയുന്നില്ല. നന്നായി കാണാൻ തന്നെ ഉണ്ട് കേട്ടോ. നേരെ
ഗായ്സ് അങ്ങനെ നമ്മളിപ്പോൾ പൂണ്ടിയിലെത്തി. ഇതാണ് പൂണ്ടിയുടെ ടൗണാണ് കേട്ടോ. അങ്ങോട്ട് ഇവിടെ വന്നപ്പോൾ നല്ല ചൂടെന്ന് പറഞ്ഞാൽ ചെറിയ ചൂടൊന്നുമല്ല, നല്ല കനത്ത ചൂട് തന്നെയാണ്. നമ്മൾ വന്ന ടൈം എന്തായാലും ശരിയായിട്ടില്ല. പിന്നെ ഇവിടെ അത്യാവശ്യം ആൾക്കാരെല്ലാം ഉണ്ട്. ഒരു ടൗണാണ്, ചെറിയൊരു ടൗണാണ്. ഞാനിവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇവിടെ നിന്ന് വ്യൂ കണ്ട കിടുക്കച്ച് വ്യൂ. ഇവിടെ പിന്നെ അവരുടെ എല്ലാം വീട് കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ ഇനി എന്തായാലും പൂണ്ടി രാജനണ്ണനെ പോയി കാണണം. അതാണ് അടുത്ത ടാർഗറ്റ് ഞങ്ങളുടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു വ്യൂ പോയിൻ്റ് അങ്ങോട്ട് പോവാണ്. ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണ്. അത് എന്ത് സാധനമാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവരുടെ വീടും കാര്യങ്ങളും കണ്ടത് അവിടെ മറ്റേ പഴയ ഈ കളിമണ്ണൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ആ ഒരു വീടാണ് കേട്ടോ. ഇവിടെ കൂടുതൽ ഇവർ കൃഷിയാണ് കേട്ടോ ആശ്രയിക്കുന്നത്. ആ ഒരു കൃഷി തന്നെയാണ് നല്ല രസമാണ്. ഓരോ സ്ഥലം തട്ടായിട്ടുള്ള കൃഷികൾ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടില്ല, അതുപോലെ തന്നെ പല സ്ഥലത്ത് പല ഭാഗങ്ങളിലായിട്ട് അവരെ കൃഷി ചെയ്തിരിക്കുന്നത് നല്ല ഒരു രസത്തിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കാര്യം ഞങ്ങൾ ക്ലാവര എന്ന് പറയുന്ന സ്ഥലമെത്തി. അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്, അതായത് ഇവിടെ നിന്ന് ഇനി ഒരു 42 കിലോമീറ്ററുള്ളൂ കൊടൈക്കനാൽ. പക്ഷേ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകുന്നില്ല, ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളുണ്ട്. അവിടെ വെള്ളച്ചാട്ടം കൂടെ കണ്ടിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴി ഒരു വെള്ളച്ചാട്ടം കണ്ടാണ്. അത്യാവശ്യം കൊള്ളാം. വേണ്ട ഒരു ചെറിയ രീതി നമുക്ക് പെട്ടെന്ന് കുളിക്കാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പറ്റുന്നൊരു സെറ്റപ്പ് സാധനമാണ്. ഇവിടെയൊക്കെ ഒരുപാട് പേര് വെള്ളം അടിച്ച് ഒരു വൈബാണ് അതും. പക്ഷേ അതൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ടതാണ്. നമ്മളതിനെ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു സെറ്റപ്പാണ് കണ്ടത്. അപ്പോൾ ഇതാണ് വെള്ളച്ചാട്ടം. അടിപൊളിയല്ലേ? പൂണ്ടി ഗ്യാങ് KL 54. പക്ഷേ പാണ്ടിയിലെ ഗ്യാങ്, പൂണ്ടി ഗ്യാങ് അല്ല കേട്ടോ. അടിപൊളി ചാട്ടം. ഈ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് പോയി അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ എന്നിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ ഒന്നേ കുളിക്കാൻ ഇറങ്ങും. അങ്ങനെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ കുളിച്ച് ഒന്ന് സെറ്റാണെന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ഇങ്ങനെ വെള്ളം വരുന്നത്. അടിപൊളി വ്യൂ ആണ്. പല ആഴോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതിപ്പോൾ അവന്മാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരുപാട് പേരും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതാ ഒരുപാട്. അങ്ങനെ കുളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നിട്ട് ആരും കുളിക്കുന്നില്ല. അവരെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുക. ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു. അപ്പം ഞങ്ങളിവിടെ നിന്ന് പോവുകയാണ്. വേറൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇനിയിപ്പം അങ്ങോട്ടും കൂടെ പോയിട്ട് നേരെ ഗുണ കേവ്. ഇപ്പം ആ വെള്ളച്ചാട്ടം നമ്മൾ അങ്ങോട്ട് പോയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളമില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. നമ്മളിപ്പം തിരിച്ച് ഇനി ഗുണ കേവിലേക്ക് അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ഷീപ്പിൻ്റെ ഒരു ഫാമുണ്ട്. അവിടെയും കയറുന്നുണ്ട്. അവിടെയും കൂടെ കയറിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വണ്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അവന്മാർ വണ്ടിയുടെ ഫോട്ടോ എല്ലാം എടുക്കട്ടെ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി ആ ഷീപ്പ് ഫാം, പിന്നെ അവിടെ നേരെ ഗുണാക്കേവ്. ഇപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് ഈ ഭാഗത്ത്. പക്ഷേ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ചൂടാണ്. ആ ഒരു സെറ്റപ്പിൽ കിടക്കുന്നത്. ഇപ്പം അവിടെ കണ്ടോ, അവിടെ നല്ല വെയിലാണ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് എന്താ പറയുന്നത്, ഒരു ഇരുണ്ടൊരു അന്തരീക്ഷം. കോട ഇറങ്ങിയിട്ടില്ല എങ്കിലും ആ ഒരു ക്ലൈമറ്റ് കാര്യങ്ങളാണ് ഇവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഇവിടെ പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗ്രാമമുണ്ട്. ആ ഒരു തട്ടായിട്ടുള്ള കൃഷിയും പിന്നെ അതിൻ്റെ മേളിൽ ഗ്രാമവും അതെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഷീപ്പ് ഫാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ എൻട്രി ആണ്. ഇവിടെ നിന്ന് എൻട്രി എടുത്ത് നേരെ കയറണം. അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ. വർക്കിംഗ് ഡേ ആണെങ്കിലും അത്യാവശ്യം നല്ല ആളുണ്ട്. അപ്പം ഇവിടെയാണ് ഇതിൻ്റെ ഷീപ്പ് ഫാമിൻ്റെ എൻട്രി.
ചെമ്പരിയാടിനെ പോയി കണ്ടിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്ത് 8 പേരുടെ ടിക്കറ്റ് എടുത്ത് ഒന്നുമില്ല. തിരിച്ചു മേളിൽ നമ്മുടെ ATM കൗണ്ടറാണ്. ഈ കയറ്റം കയറണം കേട്ടോ ഗൈസ്. ആടിനെ കാണുന്നത് ആച്ചി സെറ്റാ. കൈ കാണിച്ചു അവിടുന്ന്. ആ ഷാറുഖ് ഖാൻ കാണിക്കുന്നുണ്ടോ? ആ സെറ്റ് അടിയാ. നേരെ കിടക്കാം. അറിയത്തില്ല അവിടെ ചെന്നിട്ട് ചെമ്പരിയാട് ഉണ്ടായില്ല നോക്കാം. ഗായ്സ് അങ്ങനെ മേളിലെത്തി. റൈഡൊന്നും പോണില്ല അണ്ണാ. അങ്ങനെ ഗായ്സ് നമ്മളിൻ്റെ മേളിലെത്തി. ഇതാണ് ഇവിടുത്തെ വ്യൂ. കിടുക്കാച്ചി വ്യൂ. കൊള്ളാം, അടിപൊളി വ്യൂ അല്ലേ? ഷീപ്പിനെ ഇപ്പോൾ ഷെഫി കാണിച്ചിട്ട് കാരണം നമ്മുടെ ആ റൂമിൻ്റെ മേളിലിരിക്കുമ്പോൾ വ്യൂ അല്ലേടാ നമ്മളൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു തടാകം കണക്ക് ഒരിതുണ്ട്. എന്നെ ഇങ്ങോട്ട് കയറില്ലെന്നേ പറയത്തുള്ളൂ. വെറുതെ 20 രൂപ നമ്മൾ ഇങ്ങോട്ട് കയറുക. ആഴം കാണാം എന്നൊക്കെ പറയുന്നത് ഒന്നും കാണത്തില്ല. അവിടെ ഉണ്ടോ ആടിനെ കാണാം. ഇതുണ്ട് കാണിച്ചെടുത്ത ആടിനെ എവിടെ കാണാം? അങ്ങ് അവിടെയാണ്. ആ ഭാഗത്തായിട്ട് ആടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇല്ലെന്ന് വിചാരിച്ച്, പക്ഷെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയുന്ന പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നും ഇതിനെ ശ്രദ്ധിക്കത്തില്ല. അവിടെ പെട്ടെന്ന് തന്നെ പാറയാന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ആടുണ്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ച് ആടുകളുണ്ട്. എന്തായാലും നല്ല സെറ്റ് സ്ഥലമാണ്, അടിപൊളിയാണ്. ഗൈസ് ഈ സമയത്ത് വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലും കാണുമെന്ന് വിചാരിച്ച്, അങ്ങനെയൊന്നും കാണാൻ മാത്രം ഒന്നും ഈ സ്ഥലത്ത് ഇല്ല. പിന്നെ നമ്മുടെ ആ റൂമിൻ്റെ തന്നെ വാതിക്കുന്ന കണ്ട ഒരു വ്യൂ ആണ് എനിക്ക് പ്രത്യേകിച്ച് പേഴ്സണലി എനിക്ക് തോന്നിയത്. അല്ലാതെ വേറെ എനിക്ക് വലുതായിട്ട് തോന്നിയത് നമ്മളെന്തോ റൂമിന്റെ വാതിക്കുന്ന കണ്ട വ്യൂ അല്ലേ? ആ നമ്മുടെ റൂമിന്റെ ഫ്രണ്ട് ഈ സെയിം വ്യൂ തന്നെയായിരുന്നു. ഏകദേശം ആ ഒരു സൈഡിലാണ് കണ്ടത്. പക്ഷെ ഞങ്ങൾ ഒരുപാട് കറങ്ങി കാഴ്ച, അതാണ് അത്രേ ഉള്ളൂ. വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. പൊളിക്കും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയറി ഇവിടെ ഇരിക്കാം ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ, അത്രേ ഉള്ളൂ. അതാ ചെമ്പരിയാടിനൊക്കെ പ്രതീക്ഷയാണെങ്കിൽ വല്ലപ്പോഴും ഇങ്ങോട്ട് വന്ന് കയറി ഇരുന്നാൽ മാത്രമേ കാണത്തുള്ളൂ. ഗായ്സ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറയുന്നത് മന്നമന്നൂർ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നേരെ എന്തുവാ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അതും കൂടെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗുണാക്കേവിലേക്ക് പോകും. ഗുണാക്കേവും കൂടെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി പിന്നെ ആലപ്പുഴയ്ക്കാണ് പോകുന്നത്. അപ്പം എന്തായാലും ഇവിടെ എന്ന് പറയുമ്പം എനിക്ക് അത്രയും ഇതായിട്ട് തോന്നിയിട്ടില്ല. ഒരു വൈകുന്നേരം സമയങ്ങളിൽ വന്നാൽ മാത്രമേ എന്തുവാ ഇവിടെ കാണാൻ വേണ്ടി ഉള്ളൂ, അല്ലാതെ ഒന്നും പ്രത്യേകിച്ചില്ല. പിന്നെ നമുക്കിവിടെ ഒന്ന് ഫോട്ടോ എടുക്കാം, ജസ്റ്റ് ഫുഡ് കഴിക്കാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ഗുണാക്കേവിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അവിടെ വാട പോകാം. അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടെ തെറിക്കുവാണ്. ഇനിയിപ്പോൾ അടുത്തേം കൂടെ വ്യൂ ആണ് നേരെ. ഇപ്പോൾ ഗുണാക്കേവിലേക്ക് പോകണം, വേറെ സ്ഥലത്തേക്ക് പോകണില്ല കേട്ടോ. കാരണം ഇതിൽ നമ്മൾ ലേറ്റ് ആകും തിരിച്ച് അവിടെ എത്തുമ്പോൾ.
ഗുണാക്കേവിലേക്ക് കയറാൻ വേണ്ടി പോകണം. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. വാടക കയറാം, ഞാൻ കയറാം. അപ്പോൾ നമ്മളെന്തായാലും നേരെ അങ്ങോട്ട് പോവുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ ഗുണ കേവ് എത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് എൻട്രി. ടിക്കറ്റ് എടുത്താ ഗൈസ്, ഇതാണ് അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. കിടുക്കാച്ചി. അപ്പോൾ ഗൈസ്, നമ്മളങ്ങോട്ട് കയറുവാണ്. ഷെഫീക്കെ കണ്ട നമ്മൾ എത്തുമെന്ന് പറഞ്ഞാൽ എത്തും. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല ക്രൗഡായിട്ടുണ്ട്. പക്ഷേ സീസൺ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി നല്ല തിരക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ സ്ഥലം ക്ലിക്കായത് എനിക്കൊന്ന് മഞ്ഞുവൽ ബോയ്സ് കഴിഞ്ഞിട്ടാണ് ഒന്നും കൂടെ ആൾക്കാർ ഇങ്ങോട്ട് കൂടുതലും ഇറങ്ങിയെന്നാണ് എൻ്റെ ഒരു ഇത്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഇങ്ങോട്ട്. ഇവിടുത്തെ ഇപ്പോൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ തണുപ്പുണ്ട്, പക്ഷേ കോടയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത അത്ര ഇതിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ തന്നെ, ഇത് ഒരു ഭാഗമൊക്കെ കോടയാണെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല, അമ്മാതിരി മൂടിക്കിടക്കും. എന്തായാലും ഗുണാക്കേവിൻ്റെ മെയിൻ എൻട്രി കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഈ ഒരു സീനാണ് കിട്ടു. കോട വരുന്നുണ്ട ഈ ഒരു ഭാഗത്ത്. ഇപ്പം അത്യാവശ്യം കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ ക്രൗഡ് എന്ന് പറയുന്നത് ഒന്നൊന്നര ക്രൗഡ് തന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ തന്നെ. പിന്നെ വൈബ് നോക്കി പിള്ളേർ. കിടുവ്യൂ കേട്ടോ. ഇപ്പം അവിടെ നിന്ന് കോട ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇതിപ്പോൾ ഇനി ഫുള്ളാകും ഈ ഭാഗം ഫുള്ള്. ബസ് കയറി. അടിപൊളി. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ല. ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് വാച്ച് ചെയ്തിട്ട് പോകുള്ളൂ. അതിലാണ് അവരന്ന് ആ സിനിമക്കകത്ത് കാണിക്കുന്ന ഇറങ്ങുന്ന ഒരു ഇത് കാണിക്കുന്നു. ഇതിൽ ഇറങ്ങി നേരെ താഴത്തേക്ക് പോകുന്നു. ആ സിനിമക്കകത്ത് കാണിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഭാഗത്തോട് ഇങ്ങനെ ഇറങ്ങി ഇതാണ്. ഇപ്പം ഇവിടെ ഇപ്പോൾ കോട കയറുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ. ഇതൊക്കെ ഈ ഭാഗത്തെ ഡേഞ്ചർ സ്ഥലങ്ങളാണ്. അതൊക്കെ അവർ ഗ്രില്ലിട്ട് ഇങ്ങനെ മൂടിയിരിക്കാൻ മൊത്തവും ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തുണ്ട്, ഈ ഒരു ഭാഗമൊക്കെ കണ്ട്, ഈ ഒരു ഭാഗമൊക്കെ ഫുള്ള് ഗ്രില്ലിട്ട് അവർ മൂടിയിരിക്കുവാണ്. നമ്മൾ പാകുന്നോണം വന്നല്ലോ കേട്ടോ, നല്ല വ്യൂ ആണ്. ഇത്ര ആഴത്തിൽ ഒരാൾ വീണെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് എൻ്റെ മോനെ. അമ്മാതിരി കീഴ്, അത്ര ഡീപ്പായിട്ടുള്ള സ്ഥലം, അത്ര ഡീപ്പ്. പിന്നെ അങ്ങോട്ടൊന്നും അത്രക്കൊന്നും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി അപ്പുറം എന്ന് പറയാം. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അവിടെ എല്ലാം അവർ കമ്പി വെച്ച് റെസ്ട്രിക്റ്റഡായിട്ട് മൊത്തവും കയറാൻ പറ്റാത്ത രീതിയാക്കിയിട്ടിരിക്കുക. ആരെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അവിടെ അതിലല്ലോ അതിലെ അവിടെ ഇനിയിപ്പോൾ പിന്നെ അതിൻ്റെ മേലുള്ള വ്യൂ എന്ന് പറയുന്നത് നോക്കട്ടെ, ഞാനും കണ്ടില്ല. നീ കണ്ടോടാ വ്യൂ ഉണ്ടോ?
ഫുള്ള് കോടയായിട്ടുണ്ട്. ഫുള്ള് കോടയെന്ന് വെച്ചാൽ ഫുള്ള് കോട. ഇതില്ലായിരുന്നെങ്കിൽ ആ പാറ കാണാൻ പറ്റും നല്ല രീതിയിൽ. കണ്ട ആ പാറ കാണാറ്. ഇവിടെ ഇപ്പോൾ ഫുള്ള് കോട കയറി കിടക്കണം. എന്നിട്ട് ഒന്നും കാണത്തില്ല. ഈ ഒരു സൈഡ് മട്ടെന്താ കാണും. അപ്പോൾ ഗൈസ് തിരിഞ്ഞു പോയി. അതിലല്ലായിരുന്നു, അവിടെ അല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഇതിലം വഴിയാണ് അവർ ഇറങ്ങിയത്. എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇറങ്ങിപ്പോയല്ലേ? അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഇപ്പോൾ അത് കോട കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതാണ് ഗുണ കേവ്. അവിടെ പേരും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. രക്ഷമായിട്ട് സമ്മതിക്കണം അല്ലേ? എല്ലാം സമ്മതിക്കണം, മറക്കാത്തൊരു കാര്യം. അവിടെ എഴുതിയിട്ടുണ്ട് ഗുണ കേവ്. കാണിച്ചുതരാം. പൈസ നേരത്തെ പറഞ്ഞ തെറ്റിപ്പോയി. ഇവിടെയാണ്, ഈ ഭാഗത്തായിട്ടാണ് അവർ വീണത്. ഇതിലാണ് അങ്ങ് ഇറങ്ങിപ്പോയത്. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭാഗമായി തോന്നും കേട്ടോ. വിശക്കുന്നില്ല ചേട്ടാ? കണ്ടിട്ട് പേടിയുണ്ടല്ലോ. കുഴപ്പമില്ല, അതെ, നമ്മളങ്ങോട്ട് പോകുന്നില്ല. ഇതാണ് ഗുണക്കെ. ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ഭാഗത്ത് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി വെളിയിൽ കയറിയിട്ടുണ്ട്. നമ്മളും ഫോട്ടോ എടുക്കാൻ കയറുവാണ്. ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ കായ്സ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറുവാണ്. അപ്പോൾ ഞാൻ അവിടെ കയറി ഇരിക്കട്ടെ, ഫോട്ടോ എടുക്കണം. അങ്ങനെ കായ്സ് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുവാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഏകദേശം ഒരു 100-300 കിലോമീറ്റർ വേണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ നിലവിലിപ്പോൾ ഗുണാക്കേവിലാണ്. ഇവിടുന്ന് ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്ത് ഇപ്പോൾ നേരെ ആലപ്പുഴ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിരുന്നാലും ബൈ. ഈ ഫോട്ടോ നോക്കി വെച്ചാൽ ടൈം നോക്കുക.